ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. 2026 ജനുവരി 9 റിലീസിനായെത്തുന്ന പുതിയ തമിഴ് ചലച്ചിത്രമാണ് ജനനായകൻ. വിനോദാണ് സംവിധാനം ചെയ്യുന്നത്. തളപതി വിജയ് നായകനായെത്തുന്ന അവസാന ചിത്രമെന്ന് പറയപ്പെടുന്ന ജനനായകനിലെ സെക്കൻഡ് സിംഗിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു പേരെ വരലാറ് എന്നാണ് സോങ്ങിൻ്റെ നെയിം. ആ പ്രോമോ ആണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ നായികയെത്തുന്നത് പൂജ ഹെഗ്ഡെയാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു മാസ് എലിവേഷൻ സോങ് ആയിരിക്കും. ആൻഡ് ആ സോങ് നമുക്ക് റിയാക്ട് ചെയ്യാം. ആൻഡ് ദിസ് മോസ്റ്റ് ക്രെഡിറ്റ് ഗോസ് ടു ആരാണ്? റോക്ക് സ്റ്റാർ അനിരുദ്ധ് രവിചന്ദർ. അയ്യാത് അനിരുദ്ധ് ജനനായകൻ. ഫ്രം ടുമാറോ 6:30 PM ആണ് ഗൈസ്. അപ്പോൾ പ്രോമോ ഞാൻ പറഞ്ഞില്ലേ, ഒരു മാസ് എലവേഷൻ സോങ് തന്നെയാണ് പ്രോമോ. 2026 ജനുവരി 9 പൊങ്കൽ റിലീസിനായിട്ടാണ് തളപതി വിജയുടെ ജനനായകൻ എത്തുന്നത്. സംവിധാനം ചെയ്യുന്നത് വിനോദാണ്. ആൻഡ് മ്യൂസിക് ഡയറക്ടർ ഗോസ് ടു അനിരുദ്ധ് രവിചന്ദർ. സോ അനിരുദ്ധ് ഈ ഇടയിൽ ബിഹൈൻഡ് വുഡ്സിൻ്റെ ഏതൊരു പരിപാടിയിലൊക്കെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തളപതിയോട് വർക്ക് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീലാണ്. ഇത് ഒരു ലാസ്റ്റ് പടമായിരിക്കെ അതുകൊണ്ടൊരു എക്സ്ട്രാ സ്പെഷ്യൽ ഫീലാണ്, ഇനി ചെയ്യാൻ പറ്റില്ലെന്നോ ഒരു തോന്നൽ. അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഇമോഷണൽ മൊമെൻ്റ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് സിംഗിളാണ് അതിൻ്റെ പ്രോമോ ആണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. സോങ് ടൈറ്റിൽഡ് ആസ് ഒരു പേരെ വരലാറ്. ഒരു പേര് ഹിസ്റ്ററി, വൺ നെയിം ഹിസ്റ്ററി, ഒരു പേരെ വരലാറ് എന്നാണ് സോങ് നെയിം. സോ അതിലാണ് ഈ തളപതി ആ BGM ഒക്കെ ഉള്ളത്. നമ്മൾ ഫസ്റ്റ് ഗ്ലിംസ് റിലീസ് ചെയ്തില്ലേ, അപ്പോൾ ഉള്ള ആ BGM ഒക്കെ ഇതിലാണുള്ളത്. ആൻഡ് പാട്ട് കേട്ടിട്ട് ഒരു എലവേഷൻ സോങ്, തളപതിക്ക് വേണ്ടിയിട്ടുള്ള ലിറിക്സ്, അതാണ് തളപതിയും വരലാറും അങ്ങനെയൊക്കെ ഒരു മാസ് എലവേഷൻ സോങ്. തളപതി ജനനായകൻ അങ്ങനെയൊക്കെ വന്നുള്ള കുറച്ച് ലിറിക്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പാട്ടായിരിക്കും. നമ്മൾ ആസ് യൂഷ്വൽ കേട്ട പാട്ട് തന്നെ ആയിരിക്കും, പക്ഷെ നമുക്ക് തളപതിക്കാവുമ്പോൾ ആ തളപതിയുടെ ഒരു എലവേഷൻ സോങ് ഒക്കെ ആയിട്ട് ലിറിക്സും കാര്യങ്ങളായിട്ടൊക്കെ വരും. ആൻഡ് ഇതിൻ്റെ ലിറിക്സ് എഴുതിയിട്ടുള്ളത് വിവേകാണ്. വിവേക് നിങ്ങൾക്കറിയാം, വിവേക് തന്നെയാണ് വിജയുടെ എല്ലാ പടത്തിലും. ആൻഡ് ഇപ്പം മോറോവർ എല്ലാ പടത്തിലും പാട്ടിലും ഒക്കെ വിവേക് തന്നെയാണ് ലിറിക്സ് ചെയ്യുന്നത്. ഇപ്പം TVKയുടെ പാട്ടിലും വിവേക് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. വിജയ് സാധനങ്ങളൊക്കെ. ആൻഡ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലാണ്. കാരണം തളപതിക്ക് ലാസ്റ്റ് സിനിമയാണെന്ന് പറയുന്നു. ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും ഇത് ലാസ്റ്റ് അപ്ഡേറ്റ് അല്ലേ, അല്ലെങ്കിൽ ഇത് ലാസ്റ്റ് സിംഗിൾ അല്ലേ, ഇത് ലാസ്റ്റ് സെക്കൻഡ് സിംഗിൾ അല്ലേ എന്നുള്ളൊരു തോന്നലുകളാണ് മനസ്സിൽ. ആൻഡ് ഡിസംബർ 27 മലേഷ്യയിൽ വെച്ചാണ് ഓഡിയോ ലോഞ്ച് നടത്താൻ ഒരുങ്ങുന്നത്. അപ്പോൾ അതൊരു വലിയൊരു സ്റ്റാർ ക്രൗഡഡ് കാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമായിരിക്കും, ഒരു ഈവൻ്റ് ആയിരിക്കും. അനിരുദ്ധിൻ്റെ ഒരു മെഗാ ട്രിബ്യൂട്ടുള്ള ഒരു പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആൻഡ് തളപതിയുടെ ലാസ്റ്റ് കുട്ടി സ്പീച്ചും ആയിരിക്കും അന്ന്. അപ്പം മോറോവർ ഇത് കഴിഞ്ഞിട്ട് സിനിമയിൽ വരുമോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽസിൽ തന്നെ തുടരുമോ എന്നൊന്നും അറിയില്ല, കണ്ടറിയണം. പക്ഷെ എന്നിരുന്നാലും ഓരോ അപ്ഡേറ്റ് വരുമ്പോഴേക്കും ടെൻഷനാണ് അല്ലെങ്കിൽ ഇമോഷണൽ. കാരണം ഇനിയിപ്പോൾ ഈ അപ്ഡേറ്റ് ഇനി വരാനില്ല, ഇതായിരിക്കും ലാസ്റ്റ്. അങ്ങനെ ഇനിയിപ്പോൾ പ്രോമോ ഇറങ്ങി, നാളെ 6:30 PM ഫുൾ സോങ് ഇറക്കും. അപ്പോൾ സെക്കൻഡ് സിംഗിളും കഴിഞ്ഞു, ഇനി ഓഡിയോ ലോഞ്ച്, അത് കഴിഞ്ഞ് സിനിമ, അങ്ങനെ എല്ലാം തീരും. അങ്ങനെ മൊത്തത്തിൽ ഇനി ഒരു എറ എൻഡ് ആവുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ ചൈൽഡ്ഹുഡൊക്കെ ഓസമാക്കിയ ഒരാൾ, അല്ലെങ്കിൽ തൻ്റെ നമുക്ക് പല കാര്യങ്ങളിലുമായിട്ട് സിനിമയിൽ എൻഗേജ്മെൻറ്റ് തന്ന ഒരാൾ പെട്ടെന്ന് പോവുക എന്ന് പറയുന്നത്, വിട്ടുപിരിയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു നോവ് തന്നെയാണ്. അതും പ്രത്യേകിച്ച് ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ വിജയ് എന്ന പോലത്തെ ഒരു നടന്. അപ്പം പൊങ്കൽ റിലീസിനായി എത്തുമ്പോൾ ജനനായകൻ ജനുവരി 9 2026 റിലീസ് ചെയ്യുമ്പോൾ കൂടെ രാജാ സാബ് തെലുങ്ക്, അതായത് ഹൊറർ കോമഡി ഫാൻറ്റസി ത്രില്ലറായിട്ട് രാജാ സാബ് പ്രഭാസിൻ്റെ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. അതും കൂടാതെ ജനുവരി 14 പരാശക്തി, ശിവകാർത്തികൻ, രവിമോഹൻ, അഥർവ, ശ്രീലീല എന്നിവർ അഭിനയിക്കുന്ന പരാശക്തി, സുധാ കൊങ്കരയാണ് ഡയറക്ടർ. അപ്പോൾ ഇങ്ങനെ തൊട്ടടുത്ത് പടങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് വിജയ്ക്ക് ഒരു ലാസ്റ്റ് സിനിമയാണെന്നാണ് പറയുന്നത്. അപ്പം ഇന്ത്യയിൽ ഇപ്പം മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഫിലിമായിട്ട് ജനനായകനുണ്ട്. കാരണം പുള്ളിയുടെ ലാസ്റ്റ് പടം അത് തളപതിയുടെ പടമാണ്. കാരണം ഒരു ഇൻഡസ്ട്രിയുടെ റവന്യൂ സ്കീം മാറ്റുന്ന ഒരു പടം ഇറങ്ങുക എന്ന് പറയുന്നത് തളപതിക്ക് തന്നെയാണ്.
അപ്പോൾ ഈ തിയേറ്റർ ഓണേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും വളരെ ഇത്രയ്ക്ക് ഇമോഷണലായിട്ട് സംസാരിക്കുകയാണ്. കാരണം തളപതിയുടെ ഒരു പടത്തിന് റിവ്യൂ ബാധിക്കാത്ത ഒരു നടനുണ്ടെങ്കിൽ, അതായത് കളക്ഷന് ഒരു റിവ്യൂ ബാധിക്കാത്ത ഒരു നടനുണ്ടെങ്കിൽ അത് വിജയുടെ പടമായിരിക്കും. നെഗറ്റീവ് പോസിറ്റീവ് മിക്സ്ഡ്, നിങ്ങൾ ഇറക്കിയ പൈസ നമ്മൾ തന്നിരിക്കും എന്നുള്ള ഒരു ഇത്. ഇപ്പൊ പറ, അത് എല്ലാവരും 2 വട്ടം 3 വട്ടം കാണുന്നവരും ഉണ്ട്, കാണാത്തവരും ഉണ്ട്. കളക്ഷൻ ആൾക്കാർ ഒരാൾ 2-3 വട്ടം കണ്ടെന്ന് പറഞ്ഞിട്ട് അത്രയ്ക്കും വരും. അപ്പൊ എല്ലാവരും കാണുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ മൊത്തത്തിൽ പാട്ടിലെ ലിറിക്സ് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു പേര് ഒരു പേരെ വരലാറ് അഴിക്കാത്, അങ്ങനത്തെ മാസ് എലവേഷൻ സോങ്സും ലിറിക്സും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഒരുപാട് വിജയുടെ പിടിച്ചു നിർത്താനുള്ള, അല്ലെങ്കിൽ വിജയുടെ തളപതി ആന്തം പോലത്തെ ഒരു മാസ് എലവേഷൻ സോങ് ആയിരിക്കും. അപ്പോൾ കണ്ടറിയാം എന്താണ് ജനനായകനിൽ സംഭവിക്കുക, എന്താണ് തളപതി സിനിമയ്ക്ക്, ഈ ജനനായകൻ സിനിമയ്ക്ക് ശേഷം സംഭവിക്കുക എന്നുള്ളത്. പക്ഷെ എന്നാലും ഞാൻ മോറോവർ സിനിമ ഇറങ്ങാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബട്ട് എന്നിരുന്നാലും ഒരു എനിക്ക് എക്സ്ട്രാ ഒരു ഇമോഷണൽ ആണ്. കാരണം ഇനി പറ്റില്ലല്ലോ എന്നൊരു തോന്നലാണ്. കാരണം തളപതി വിജയുടെ പടത്തിന് FDFS പോവുക, എൻജോയ് ചെയ്യുക, ആ ഒരു കൂട്ടം, സെലിബ്രേഷൻ, എന്റർടൈൻമെന്റ്, എൻഗേജ്മെന്റ്, ഇതെല്ലാം വേറൊരു നടന്ന സിനിമയ്ക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അങ്ങനെ കിട്ടേണ്ട വകുപ്പും ഇല്ല. ഇനി ഇപ്പോൾ റിലീസ് വന്നാലും ഇവിടെ വിജയ് പടത്തിന് ലാസ്റ്റ് മെർസലിൽ പോയപ്പോൾ, പാരീസിൽ പോയപ്പോഴും എന്ത് എൻജോയ് ചെയ്താണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതാണ് പുള്ളിയുടെ ആ ഒരു വൈബ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആ ഒരു കരിഷ്മ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർഡം, അല്ലെങ്കിൽ ആ ഒരു ഫാൻ ബേസ്, അല്ലെങ്കിൽ ആ ഒരു ക്രേസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അത് മറ്റുള്ള ആർക്കും പെട്ടെന്നൊന്നും അങ്ങനെ വരാനൊന്നും പറ്റൂല. അപ്പോൾ അത്രയ്ക്കും വലിയൊരു സ്റ്റാർ, അത്രയ്ക്കും ഒരു ബിഗ് സ്റ്റാർ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനി ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് ആ ഇൻഡസ്ട്രിക്കും വലിയൊരു തോൽവി തന്നെയാണ്. അതായത് പിന്നെ ഓഡിയൻസിനും ഒരു പെയിനാണ്. കാരണം ഇനി ഇത് പടം വരണം, കാരണം തിയേറ്ററിലൊക്കെ ആൾ നിറയ്ക്കാൻ വേണ്ടിയിട്ട് വിജയ് പടം വന്നാലേ നടക്കുമോ എന്നുള്ളൊരു സംസാരമുള്ള, അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അത് ഇപ്പോഴും ആ സംസാരമുണ്ട്. കാരണം വിജയ് പടം വന്നാലേ കളക്ഷൻ വരും, വിജയ് പടം വന്നാലേ ആൾക്കാർ കയറും, വിജയ് പടം അതൊരു, കാരണം പുള്ളി ഒരു എൻ്റർടൈനറാണ്, മാസ് സാധനങ്ങളൊക്കെ ഒരുപാട് ഇറങ്ങി. അപ്പം എല്ലാവരെയും പോലെ പുള്ളിക്കും ട്രോളുകളും കാര്യം. ഇപ്പോൾ പൊളിറ്റിക്സ് ഇറങ്ങിയപ്പോൾ നിറയെ ട്രോളുകൾ വന്ന്, ചിലപ്പോൾ ഇത് വിജയ് ആയതുകൊണ്ടായിരിക്കും ഇത്രയധികം ട്രോളുകൾ വന്നത്. കാരണം സിനിമയിലും പുള്ളിക്ക് എന്തുമാത്രം ട്രോളുകൾ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നല്ലൊരു റിവ്യൂ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു, നല്ലൊരു പടം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷയിലാണ്. കാരണം പടം ഞാനിപ്പോൾ സത്യം പറഞ്ഞ ഇത് ലാസ്റ്റ് പടം എന്ന് പറഞ്ഞുകൊണ്ട് പടം എങ്ങനെയെങ്കിലും പടം ഒരു നല്ല പടം വരണം, പക്ഷെ അങ്ങേരെ പോയി കാണണം, തളപതിക്ക് വേണ്ടി ഒന്ന് എൻജോയ് ചെയ്യണമെന്നുള്ളൊരു വലിയ ആഗ്രഹത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനുവരി 9 റിലീസിന് മാറ്റമില്ലാതെ റിലീസ് ചെയ്യാൻ തന്നെയാണ് KVM പ്രൊഡക്ഷൻസും എല്ലാവരുമായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ അന്ന് തന്നെ പൊങ്കൽ റിലീസിനായി എത്തുന്നു തന്നെയാണ് സിനിമ. ഇനി എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെന്നൊക്കെ കണ്ടറിയാം. അപ്പോൾ പ്രോമോ നന്നായിട്ടുണ്ട്, ഫുൾ സോങ്ങും നന്നായിട്ടിരിക്കുമെന്ന് എനിക്കറിയാം. അനിരുദ്ധ് കത്തിക്കും, ലിറിക്സ് വിവേകും കത്തിക്കും, ആൻഡ് തളപതിയുടെ സ്വാഗ്, പ്രസൻസ്, ആറ്റിറ്റ്യൂഡ്, ഓറ അവിടെയും കത്തിക്കും. മൊത്തത്തിലൊരു കത്തിക്കലായിരിക്കും ജനനായകൻ. നമുക്ക് കാണാം.